അന്ന് മഹാനായ തങ്ങൾ ദുഃഖിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നിപ്പോവും, ഇതെന്താ ഒരു കുഞ്ഞാണോ സംസാരിക്കുന്നത്, ഒരു കൊച്ചുകുട്ടിയാണോ ഈ സംസാരിക്കുന്നത് തോന്നിപ്പോവും. ഒരുപാട് ലോകം കണ്ട നേതാവ്, ഒരുപാട് ലോകത്തൂടെ സഞ്ചരിച്ച ഒരു നേതാവ്, ചെന്ന് കാണാത്ത രാജ്യങ്ങൾ തന്നെ കുറവാണ്. ചെറുപ്പത്തിൽ തന്നെ പോയി പഠിച്ചത് ഈജിപ്തിലാണ്. 1958 ഈജിപ്തിലേക്ക് പോകുന്നു. 1960 വരെ അൽ അസ്ഹറിൽ പഠിക്കുന്നു. 60 മുതൽ 1966 വരെ അൽ അസ്ഹറിനടുത്തുള്ള കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ആ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഒരു പ്രസംഗം ചെയ്യാൻ ഈ വിനീതന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവസരമുണ്ടായിട്ടുണ്ട്. പാർലമെന്റിന്റെ ഔദ്യോഗിക സംഘത്തിൽ അംഗമായിട്ട് ഈജിപ്ത്, ജോർദാൻ, സിറിയ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസംഗം ചെയ്യാൻ ക്ഷണിക്കപ്പെടുകയുണ്ടായി. ശ്രീ RL ഭാട്ടിയയുടെ നേതൃത്വത്തിലായിരുന്നു ഞങ്ങളുടെ സംഘം പോയത്. ഞാൻ അവിടെ സംസാരം അന്ന് തുടങ്ങിയത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമായിരുന്നു വിഷയം. അപ്പൊ അവിടെ ഇരിക്കുന്ന പലർക്കും മഹാനായ തങ്ങളെ അറിയാം. കൗതുകത്തോടുകൂടി അവർ തങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഒന്ന് ആലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചെറുപ്പത്തിൽ ഈജിപ്തിലേക്ക് പോയത്. അതിനുമുമ്പ് കാനാഞ്ചേരി മസ്ജിദിൽ, നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശമായ കാനാഞ്ചേരി മസ്ജിദിൽ ഓതിയിരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഈ വഴിക്ക് യാത്ര പോകുമ്പോൾ ആരും അറിയാതെ ഡ്രൈവറെ കൂട്ടി കാനാഞ്ചേരി മസ്ജിദിൽ പോവുക, മസ്ജിദിന്റെ അടുത്ത് പോവുക, അവിടെ നിന്ന് കണ്ടിരുന്ന ആളുകളുടെ വീടുകളിൽ പോവുക, മസ്ജിദിന്റെ അകത്ത് പോയിരിക്കുക. ഒരു കുഞ്ഞിന്റെ കൗതുകം. ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വന്തമായ ലോകം കൊണ്ട് നടന്നിരുന്നു അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഏറ്റവും വലിയ പ്രായോഗികതാവാദിയായിരിക്കുമ്പോഴും ഒരു നേതാവിന്റെ ഉള്ളിൽ അല്പം ഒരു കാൽപ്പനികത ആവശ്യമാണ്. ഒരു വലിയ നേതാവ് വലിയ നേതാവായി തീരുന്നത് അല്പം കാൽപ്പനികനും കൂടി ആയിരിക്കുമ്പോഴാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അല്പം റൊമാൻറ്റിക് ഭാവങ്ങളെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴാണ് ഒരു വ്യക്തിത്വം ഒരു വലിയ മഹത്വത്തിലേക്ക് ഉയരുന്നത്. ഒരു സമൂഹത്തെ, ഒരു ജനസമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന വലിയ ഒരു നേതാവിന് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് കാൽപ്പനിക ഭാവം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായി വസ്ത്രധാരണം ചെയ്ത് പൈജാമയും ഷെർവാനിയും ധരിച്ച് തലയിലൊരു തൊപ്പിയും ധരിച്ച് ഷെർവാനിയുടെ കുടുക്കിന്റെ ദ്വാരത്തിൽ ഒരു റോസാപ്പൂവും തിരികി രാവിലെ ഒരുങ്ങി ജീവിത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്ന പണ്ഡിതനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ കാൽപ്പനിക ഭാവം രാഷ്ട്രീയത്തിലുടനീളം നെഹ്റു സൂക്ഷിച്ചിരുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കളായിട്ടുള്ള വളരെ ആശയസമ്പന്നരും പ്രതിഭാശാലികളുമായിട്ടുള്ള നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നാം കാണുന്നു. എപ്പോഴും വായനയോട് ഇഷ്ടം, പുതിയ ഒരു പുസ്തകം ഇറങ്ങിയാൽ അതിനോട് താല്പര്യം, യാത്രയിൽ കൂടെ കൊണ്ട് നടക്കുന്നത് അറബ് സാഹിത്യത്തിലെ ഗ്രന്ഥങ്ങൾ. ഏറ്റവും പുതിയ അറബി കവിതയെ പറ്റി ചോദിച്ചാൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വാചാലനായി തീരും. ഞാൻ മഹാനായ തങ്ങളെ കാണുമ്പോൾ വളരെ കുറഞ്ഞ് സംസാരിച്ചിരുന്ന വിഷയം രാഷ്ട്രീയമാണ്. ഇടക്കിടക്ക് ഈ അടുത്ത കാലത്തൊക്കെ കാണാൻ പോകുമ്പോൾ 1% പോലും ഞാൻ തങ്ങളോട് രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പാർട്ടി കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ വളരെ വളരെ കുറവാണ്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും മഹാനായ തങ്ങളുടെ മാർഗദർശനം സ്വീകരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മഹാനായ തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടെങ്കിൽ, മഹാനായ തങ്ങളുടെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കേണ്ട വല്ല വിഷയങ്ങളുമുണ്ടെങ്കിലാണ് ഞങ്ങളെപ്പോലുള്ളവർ തങ്ങളുടെ അടുക്കൽ പോയി രാഷ്ട്രീയത്തെ പറ്റി ചോദിച്ചിരുന്നത്. ഞാൻ തങ്ങളുടെ അടുക്കൽ പോയാൽ സംസാരിച്ചിരുന്ന വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമല്ലാത്ത കാര്യങ്ങളായിരുന്നു. നാട്ടിലെ കാര്യങ്ങൾ, വല്ല ചെടികളെ പറ്റി, തഴുതാമയെ പറ്റി, തുമ്പയെ പറ്റി, അല്ലെങ്കിൽ ആ കൂട്ടാനെ പറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതിയെ പറ്റി, ഏതെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ പറ്റി, ഏതെങ്കിലും ഒരു ലേഖനത്തെ പറ്റി, ഏതെങ്കിലും ഒരു ഗ്രന്ഥകർത്താവിനെ കുറിച്ച്, അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു മഹാനായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. കാരണം തങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ വക വിഷയങ്ങളിൽ അങ്ങേയറ്റം താല്പര്യമുള്ള, കൗതുകമുള്ള ഒരു വ്യക്തി എപ്പോഴും കുടിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ശിഹാബ് തങ്ങളുടെ സ്പർശം നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഏത് ഉത്തരവാദിത്തത്തിന്റെ മുമ്പിലും അദ്ദേഹം കുലുങ്ങിയില്ല.
ചഞ്ചലനാകാതെ നിലകൊണ്ടു. അത്ഭുതം തോന്നും. കൊച്ചുകുട്ടിയെ പോലെയാണ്, നിഷ്കളങ്കനാണ്. എന്നാലും നല്ല ഉറച്ച മനസ്സാണ്, മനോദാർഢ്യമാണ്, ദൃഢനിശ്ചയമാണ്. മഹാനായ തങ്ങൾ വിഷമിക്കുന്നതോ പ്രയാസപ്പെടുന്നതോ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരിക്കൽ പോലും ആ വിഷമം തങ്ങൾ അതിജയിക്കാനോ ആ പ്രയാസം മഹാനായ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മേൽ ഒരു മുദ്ര വീഴ്ത്താനോ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനെയെല്ലാം നേരിടുന്നതിൽ കാണിച്ചിരുന്ന അസാമാന്യമായ ധൈര്യവും അസാമാന്യമായ പൗരുഷവും അസാമാന്യമായ ദൃഢനിശ്ചയവും എല്ലാം ഒരു നേതാവിൽ എത്രമാത്രം ഒത്തിണങ്ങേണ്ടിയിരുന്നുവോ അത്രമാത്രം ഒത്തിണങ്ങിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ ആളുകൾ ഉറ്റുനോക്കുന്നത് ശിഹാബ് തങ്ങൾ എന്ത് പറയുന്നു എന്നായിരിക്കും. പക്ഷേ തങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കുന്നുണ്ടാവില്ല. അതിനെപ്പറ്റി ഒരു നയം മഹാനായ തങ്ങൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടാകും. ഏത് കാര്യത്തിലും തങ്ങൾക്ക് തങ്ങളുടേതായ അഭിപ്രായമുണ്ടായിരുന്നു. ഏത് കാര്യത്തിലും മഹാനായ തങ്ങൾക്ക് തങ്ങളവറുകളുടേതായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് വളരെ കൃത്യമായിരുന്നു. ആ നിലപാടുകളാണ് ജനസമൂഹത്തിന് വെളിച്ചവും മാർഗവും കാണിച്ചത്. ഒരു ബഹുമത സമൂഹത്തിൽ, ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ നിലപാടെന്താണ്? ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ കർത്തവ്യം എന്താണ്? ഒരു ന്യൂനപക്ഷ സമുദായം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന ചോദ്യത്തിന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും വിജയകരമായ മറുപടിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതം. ന്യൂനപക്ഷം ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, ന്യൂനപക്ഷം കലഹിക്കേണ്ടതല്ല, ന്യൂനപക്ഷം രഞ്ജിപ്പിന്റെ മാർഗം കണ്ടെത്തി മറ്റു സമുദായങ്ങളുമായി കൈകോർത്ത് പിടിച്ച് തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകണം, സൗഹാർദ്ദവും സാഹോദര്യവും മുറുകെ പിടിക്കണം എന്ന് മഹാനായ തങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. ഓരോ ഘട്ടത്തിലും അത് കാണുവാൻ സാധിച്ചു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ മാർഗദർശനം, ആ നേതൃത്വം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിന് നൽകി. അതിന്റെ ഫലമായി കേരളക്കരയിൽ അത്ഭുതകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഡൽഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന സമീപനം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സമീപനമാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള ഒരു നേതാവിന് മാത്രമേ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. മഹാനായ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പറഞ്ഞ പോലെയായിരുന്നു. മിതഭാഷിയായിക്കൊണ്ടാണ് രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും മഹാനായ തങ്ങൾ നിന്നത്. ഒന്നോ രണ്ടോ വാക്ക്, അറുത്ത് മുറിച്ചുപയോഗിക്കുന്ന വാക്ക്, ആ വാക്കുകൾക്ക് കനമുണ്ടായിരുന്നു, ആ വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു. ഒരർത്ഥമല്ല, 1000 അർത്ഥതലങ്ങളുള്ള പദങ്ങളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉപയോഗിച്ചത്. ആ വാക്കുകൾ ചെല്ലേണ്ടടുത്ത് ചെന്നു, കൊള്ളേണ്ടടുത്ത് കൊണ്ടു, ഹൃദയങ്ങൾ അത് ഉൾക്കൊണ്ടു. അതിന്റെ ഫലമായി ജനങ്ങൾക്ക് വിവേകത്തിന്റെ വഴി ലഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഈ നാടിലൂടെ ഒരു അനൗൺസ്മെന്റിന്റെ ജീപ്പ് നീങ്ങി, ജനങ്ങളെ സംയമനം പാലിക്കണം. സംയമനം എന്ന വാക്ക് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വ്യക്തിത്വത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നു. അത് അന്ന് മനസ്സിലാക്കാത്ത ചില ആളുകൾക്കും പിന്നീട് മനസ്സിലായി. ഇപ്പൊ അത് മനസ്സിലാക്കാത്തവരായിട്ട് ഈ രാജ്യത്ത് ആരുമില്ല. മഹാനായ തങ്ങൾ ഉപയോഗിച്ചിരുന്ന സംയമനം എന്ന വാക്കിന്റെ വില എത്രത്തോളം എന്ന് മനസ്സിലാക്കാത്ത ഒരാളും ഇന്ന് ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അന്ന് മഹാനായ തങ്ങൾ സംയമനം എന്ന് പറയുമ്പോ അതെന്താണ്, അങ്ങനെ വേണമോ, ഇത്രത്തോളം ആകണമോ എന്നൊക്കെ ശങ്കിച്ച ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഉണ്ടായിരുന്നു. ആ ന്യൂനപക്ഷത്തിനും അവരുടെ മാർഗം തെറ്റാണ് എന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെടുകയും മഹാനായ തങ്ങളുടെ മാർഗമാണ്, ശൈലിയാണ്, സമീപനമാണ് ഏറ്റവും ശരിയെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു. സംയമനം എന്ന് പറയുമ്പോ മതം കാണിച്ച മാർഗം മൃദുവായിട്ട് സംസാരിക്കുക, മൃദുലമായിട്ട് പെരുമാറുക. ഏറ്റവും വലിയ അതിക്രമിയായ ഫിറഔന്റെ അടുക്കലേക്ക് പോകാൻ മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാഹു കൽപ്പിക്കുന്ന സമയത്തും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, ആ ഫിറഔൻ അതിക്രമകാരിയാണ്. പക്ഷേ അതിക്രമകാരിയാണെങ്കിലും ഫറവോന്റെ അടുക്കൽ പോയി നിങ്ങൾ മൃദുലമായി സംസാരിക്കുക. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഏ മൂസ, ഏ ഹാറൂൻ, നിങ്ങൾ രണ്ടുപേരും ഫിറഔനോട്, അതിക്രമകാരിയായ ഫറവോനോട് മൃദുലമായ ഭാഷ മൊഴിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി ഖുർആൻ നമ്മോട് പറയുന്നു. ഇതാണ് സംയമനത്തിന്റെ ശക്തി.
ഇദ്ഫഇ സയ്യിഅത ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് തിന്മയെ തടയുക. ഖുർആൻ കൽപ്പിച്ചു, ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് തെറ്റിനെ തടയുക. ഇതായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഏറ്റവും വിജയകരമായ സമീപനം. ഖുർആൻ പറയുന്നു, നിങ്ങളൊരു കഠിന ശത്രുവിനോട് നല്ല രീതിയിൽ പെരുമാറി നോക്കൂ, അവനൊരു ഉറ്റ സുഹൃത്തായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.